ഷോൺ ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷോൺ ജോർജ്, താങ്കളൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ ഒരു മറിച്ചൊരു തീരുമാനമെടുക്കില്ല എന്ന്? അല്ല, എന്നും പരമോന്നത നീതിപീഠത്തിൽ നിന്നും നീതി മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തന അഭിഭാഷകനാണ്. മാത്രമല്ല, ഇത്ര ഒരു സ്റ്റേജിൽ കോടതി ഇടപെടില്ല എന്ന് സ്വാഭാവികമായും കോടതിയുടെ രീതികൾ അനുസരിച്ച് ഈ ഒരു സ്റ്റേജിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ സ്റ്റേജിൽ ഒരിക്കലും കോടതി ഇടപെടാറില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇന്ന് രസകരമായ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇന്നും വീണയല്ല കോടതിയെ സമീപിച്ചതെന്നുള്ളതാണ്. ഇന്നും കോടതിയെ സമീപിച്ചിട്ടുള്ളത് CMRലാണ്. ഇപ്പോഴും CMRന്റെ ചെലവിൽ കേസ് പോലും നടത്തുന്ന പ്രവണതയാണ് ഈ വീണയ്ക്കും പിണറായി വിജയനും ഉള്ളത്. കാരണം ഈ കാലഘട്ടത്തിലെല്ലാം ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ള പ്രമുഖ അഭിഭാഷകർ, വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകർ, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന അഭിഭാഷകരാണ് ഹാജരായത്. അപ്പോൾ ഇപ്പോഴും CMRന്റെ ചെലവിൽ സംരക്ഷണം നേടാമെന്നാണ് വീണ കരുതുന്നത്. അല്ല, ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ റെയ്ഡിന് ശേഷം CMRൽ ചോദിച്ച പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് വീണ ചോദിച്ചില്ല? അവർ നേരിട്ട് എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചില്ല? അപ്പൊ ഇപ്പോഴും ആ ബാന്ധവം തുടരുകയാണ്. മനസ്സിലായോ? നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത CMRൽ നേരിട്ട് കോടതിയിൽ എത്തിയില്ല എന്നുള്ളതാണ്. CMR നേരിട്ട് കോടതി എത്തി, വീണ നേരിട്ട് കോടതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി, ഇത് കോടതി അടിയന്തര ഇടപെടലാണ് ഡിവിഷൻ ബെഞ്ച് തയ്യാറാവാത്തത്, വിശദമായ വാദം കേൾക്കട്ടെ എന്ന് നിലപാടെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിശദമായ വാദം കേട്ട ശേഷം ഈ സ്റ്റേ അംഗീകരിക്കുമോ? അങ്ങനെ പ്രതീക്ഷിക്കണോ? തീർച്ചയായിട്ടും. അല്ല, കോടതിയുടെ ഒരു പ്രൊസീജിയറാണല്ലോ. വിശദമായ ഏത് കേസിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓർഡർ അല്ലെങ്കിൽ വിശദമായ വാദം കേൾക്കും. ആ വിശദമായ വാദം കേട്ടാൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ലെന്നാണ് എന്റെ വിശ്വാസം. കാരണം റെയ്ഡിലും അല്ലാതെയും SFIയുടെ എൻക്വയറി റിപ്പോർട്ട് തന്നെ കോടതിയിൽ വെച്ച് കഴിയുമ്പോൾ കോടതി കാര്യങ്ങൾ ബോധ്യമാവും. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംഭവിക്കാനില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഒരു കാര്യം കൂടി, ഈ ഇഡിക്ക് മുന്നിൽ ഇപ്പം വീണയ്ക്ക് സമൻസ് അയക്കുക അടക്കമുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചെങ്കിൽ കൂടിയും അതുണ്ടായില്ല. ഇന്നത്തെ കോടതി സ്റ്റേ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു കാത്തിരിപ്പായിരിക്കാം ഇഡി നടത്തിയത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പോലെയുള്ള നീക്കങ്ങൾ ഇഡിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അദ്ദേഹം കട്ടായിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. ആജ്ഞ, ഇഡിയുടെ ഇനിയുള്ള നീക്കം എന്ത് എന്നതാണ് ആകാംക്ഷയുണ്ടാക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, നടത്തിയ പരിശോധനയും അതുണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇഡിക്ക് ഇപ്പോൾ തൽക്കാലം ആശ്വാസം കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ ഇനി എന്ത് നീക്കമാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇഡി തുടർ പരിശോധനകളും വീണയ്ക്ക് സമൻസ് അയക്കൽ പോലെയുള്ള നീക്കങ്ങളും നടത്തുമോ? സജിത്ത്, കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഇന്ന് കേസ് പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഇഡി സമൻസ് അയക്കുമെന്നുള്ള ഒരു അഭ്യൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നിലവിൽ ഇതുവരെ ഇഡി വീണയ്ക്ക് സമൻസ് അയച്ചില്ല. വീണയ്ക്ക് ഉടൻ സമൻസ് അയക്കുമെന്നുള്ള മെസ്സേജുകളായിരുന്നു ഇഡി വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വീണയ്ക്ക് ഉടൻ സമൻസ് അയച്ചിട്ടില്ല. പക്ഷേ അടിയന്തരമായി വീണയെ ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യം ഇഡി കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിട്ടുള്ള രേഖകൾ അത് മുദ്രവെച്ച കവറിലാണ് ഇഡി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഇഡിക്ക് വേണ്ടിയിട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് കോടതിയിൽ ഹാജരായിട്ടുള്ളത്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ, അതായത് ഇഡി ശക്തമായി ഇതിനെ നേരിടാൻ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അതുപോലെ CMRലും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവന്നിട്ടാണ് ഈ കേസ് വാദിക്കുന്നത്. ഹർജി സബ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ മുതിർന്ന അഭിഭാഷകരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ അവർ നടത്തുകയും ഈ പറഞ്ഞതുപോലെ CMRന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. നേരത്തെയും ഇതുപോലെ വീണ വിജയനാണ് എക്സാലോജിക്കാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അതായത് വീണ വിജയൻ ഈ കേസ് വാദിക്കാൻ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് CMRനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ കേസ് വാദിക്കുന്നത് എന്നുള്ള വാർത്തകളും നേരത്തെ എത്തിയിരുന്നതാണ്, മെസ്സേജുകളും നേരത്തെ എത്തിയിരുന്നതാണ്. എന്തായാലും തുടർവാദം കേൾക്കാതെ, കൂടുതൽ വിശദമായ വാദം കേൾക്കാതെ ഇതിൽ സ്റ്റേ ഉണ്ടാവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഹൈക്കോടതി. ആ ഒരു സമയം ഇഡിക്ക് പ്രധാനപ്പെട്ടതാണ് സജിത്ത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ നടത്താൻ പോകുന്ന തുടർ നീക്കം നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കോടതി ഡിവിഷൻ ബെഞ്ച് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ ഇനി എന്ത് കള്ളപ്പണം ഇടപാടുകളടക്കം അന്വേഷിക്കണമെന്ന അവരുടെ ആവശ്യം തൽക്കാലം കോടതി അംഗീകരിക്കുകയാണ്. വിശദമായ വാദം കേൾക്കുമ്പോഴും മറിച്ചൊരു തീരുമാനം ഉണ്ടാവില്ലെന്ന പ്രതീക്ഷ, നേരത്തെ ഷോൺ ജോർജൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു പ്രതീക്ഷ ഇഡിക്കുണ്ടാവാം. അതുകൊണ്ട് അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കരുതാം. CMRലാണ് കോടതിയിലെത്തുന്നത്. യഥാർത്ഥത്തിൽ CMRലിൻ്റെ ഹർജിയാണ് നിരസിക്കപ്പെടുന്നതെങ്കിലും വീണ തൈക്കണ്ടിക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം കൂടുതൽ അന്വേഷണ നീക്കങ്ങളുണ്ടാവും, സമൻസ് ഉണ്ടാകും, വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലുണ്ടാവും. ആ തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് നടക്കും. അങ്ങനെയെങ്കിൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ കോളിളക്കങ്ങൾ ഒട്ടും ചെറുതായിരിക്കും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.